നമസ്കാരം. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ വിലയുടെ കുത്തനെ ഇടിവ് കണ്ടപ്പോഴേക്കും എല്ലാവരും കരുതി ഈ ഒരാഴ്ച മുഴുവൻ തന്നെ സ്വർണ്ണവിലയിൽ വലിയ ഇടിവായിരിക്കും ഉണ്ടാവുക എന്നത്. ഇന്നലെ 68,000 രൂപയായിരുന്നു. ഇന്നലെ തന്നെ ജ്വല്ലറിയിൽ പോയി സ്വർണം ബുക്ക് ചെയ്യാനും സ്വർണം വാങ്ങാനും എല്ലാവരും പറഞ്ഞതിന് പിന്നാലെ ഇന്ന് വില കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും ഈ ചാഞ്ചാട്ടം ഒരു അത്ഭുതമാണ് എന്ന് തന്നെ പറയുന്നു. എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ വില കൂടാനെന്നാണ് ചോദിക്കുന്നത്. ഇതെന്തൊരു ചാഞ്ചാട്ടം എന്നുള്ള ചോദ്യം എല്ലാവരും അമ്പലെന്ന് ചോദിച്ചു പോവുകയാണ്. ഇന്നലെ വമ്പൻ തകർച്ചയാണെങ്കിൽ ഇന്ന് കാണുന്നത് കുതിപ്പാണെന്നത് വളരെയധികം അത്ഭുതകരമായ ഒരു കാര്യം. വില ഉയർന്നെങ്കിലും പവന് വില 70,000 കടന്നിട്ടില്ല എന്നത് ചെറിയ ആശ്വാസമാണ് എന്ന് പറയാം. ഇന്ന് വാങ്ങുന്നവരുണ്ടെങ്കിൽ പവന് 880 രൂപയാണ് ഇന്ന് കുതിച്ചത്. കേരളത്തിൽ വരെ കുതിച്ചിട്ടും രാജ്യാന്തര വില തകർച്ചയിൽ തന്നെയാണ് പോകുന്നത്. ആഭരണ പ്രേമികൾക്കും വിവാഹ പാർട്ടികൾക്കും ഇന്നലെ വില ഇടിഞ്ഞതോടെ വാങ്ങാൻ ആവേശമായിരുന്നു. എന്നാൽ തന്നെ ഇന്നത്തെ കുതിപ്പ് അല്പം കൂടി നിരാശ ഉണ്ടാക്കുന്നുവെന്ന് പറയാം. ഇന്നലെ ഗ്രാമിന് 195 രൂപയും പവന് 1560 രൂപയുമായിരുന്നു കുറഞ്ഞത്. 22 ക്യാരറ്റ് സ്വർണം പോലെ 18 ക്യാരറ്റ് സ്വർണ്ണ വിലയും കുതിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 1 ഗ്രാമിന് 110 രൂപ ഉയർന്ന് 8,720 രൂപയായി മാറി. പവന് 880 രൂപ ഉയർന്ന് 69,760 രൂപയായി മാറി. അതായത് 70,000 കടക്കാൻ വെറും 300-400 പോയിന്റ് മാത്രം വ്യത്യാസം. ഇന്നത്തെ വില പ്രകാരം 10 ഗ്രാം സ്വർണം വാങ്ങാൻ ഇപ്പോൾ 87,200 രൂപയാകുന്നു. 24 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 9,513 രൂപയും പവന് 76,104 രൂപയും ആകുന്നു. 18 ക്യാരറ്റിന് 1 ഗ്രാമിന് 7,135 രൂപയും പവന് 57,080 രൂപയും ആകുന്നു. ഇന്ന് രാജ്യാന്തര സ്വർണ്ണ വില മെച്ചപ്പെട്ടിട്ടില്ല എന്നും ഈ തകർച്ചയിൽ കേരളത്തിൽ നിന്ന് പ്രതിഫലിച്ചിട്ടില്ല എന്നതുമാണ് ആശ്ചര്യമായ ഒരു കാര്യമാണ്. ഇന്നത്തെ രാജ്യാന്തര സ്പോട്ട് വില സ്വർണ്ണ ഔൺസിന് $3,217.4 എത്തി. ഇനിയും തകർന്നാൽ 3,000 ഇടിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം. ചൈന, UK, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായുള്ള താരിഫ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ തുടർന്നാണ് ഇന്നലെ രാജ്യാന്തര വിലയിൽ വലിയ തകർച്ച ഉണ്ടായതെന്നാണ് പറയുന്നത്. നിലവിൽ US സാമ്പത്തിക രംഗം അല്പം വീഴ്ചയിലാണെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ സ്വർണ്ണ വിലയ്ക്ക് അനുകൂലമാവുകയും US മാന്ദ്യത്തിലേക്ക് എത്തിയാൽ സുരക്ഷിത രീതിയിലേക്ക് നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണത്തെ സമീപിക്കുമെന്നും പറയുന്നു. ഇതോടെ വില ഇനിയും കുതിക്കുമെന്നും പറയുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രതിസന്ധികളാണ് US സമ്പദ് വ്യവസ്ഥയ്ക്ക് കോട്ടം സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. പണിക്കൂലി, GST, ഹോൾമാർക്ക് ചാർജ് എന്നിവയ്ക്ക് അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ആഭരണത്തിന്റെ വില നിശ്ചയിക്കുന്നതെന്ന് പറയാം. ഇന്നത്തെ സ്വർണ്ണ വിലയുടെ കൂടെ 5% പണിക്കൂലി, 3% GSTയും ഹോൾമാർക്ക് ചാർജ് 53.1 രൂപയും എന്നിവ ഈടാക്കി 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 75,497 രൂപ വേണമെന്ന് പറയുന്നു. 1 ഗ്രാം ആഭരണത്തിന് ഏകദേശം 9,483 രൂപ കൊടുക്കേണ്ടി വരുമെന്നും പറയുന്നു. പണിക്കൂലി ഉയരുന്നതനുസരിച്ച് ആഭരണ വിലയും കുതിക്കും. വിവാഹത്തിന് ആഭരണം ബുക്ക് ചെയ്യാൻ ഇതാണ് ബെസ്റ്റ് ടൈം. ഈ വിലയിൽ നിങ്ങൾ 10 പവൻ ആഭരണം വാങ്ങാൻ 7.5 ലക്ഷത്തിന് മുകളിൽ കണക്കാക്കേണ്ടി വരും. ഇന്ന് സ്വർണ്ണ വില കുതിച്ചു വരുന്നുണ്ട്. ആഭരണ പ്രേമികൾക്കും വിവാഹ പാർട്ടികൾക്കും ഇന്നത്തെ വിലക്കയറ്റം നേരിയ നിരാശ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആഭരണം വാങ്ങാൻ പ്ലാൻ ഉള്ളവർ വേഗം തന്നെ ഇന്നത്തെ വിലയിൽ ബുക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. 1000 രൂപയ്ക്ക് അടുപ്പിച്ച് മാത്രമേ കൂടിയിട്ടുള്ളൂ എങ്കിലും അത് ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും ഇന്ന് ബുക്ക് ചെയ്താൽ ഇതിൽ നിന്ന് നമുക്കൊക്കെ മോചനം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. കാരണം ഇന്ന് രാജ്യത്തെ വില തകർന്നിട്ടും ഇന്ത്യയിൽ വിപരീതമായി വില ഉയരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും സ്വർണ്ണ വിലയിൽ ഈ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്.